ഹായ് ഓൾ, വെൽക്കം ടു ദ 22nd ലെക്ചർ ഓഫ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റിയാണ് പറഞ്ഞത്. മൊഡ്യൂൾ 6 മെയിൻലി ആയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെയ്ത്തിനെ പറ്റി പറഞ്ഞു, ലെയ്ത്തിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റി പറഞ്ഞു, പിന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ കൺവെൻഷണൽ മാനുഫാക്ചറിങ്ങും പിന്നെ CNC മെഷീൻസിനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ആൻഡ് കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിനെ പറ്റിയാണ്. സോ CAD ആൻഡ് CAM, സോ ഇതിൻ്റെ സ്മോളസ്റ്റ് അതായത് എന്താ പറയുക, CAD CAM എന്ന് പറയുന്നത് അബ്രിവിയേഷനാണ്. അതിന് പറയുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. ഇതിൻ്റെ രണ്ടിലെ ഒരു ഷോർട്ട് ഫോമാണ് CAD CAM എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക ഡിസൈൻ ചെയ്യുന്നതിനും, നമ്മളൊരു കോമ്പണൻറ്റ് ഡിസൈൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നതിനും കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസ്. ഓക്കെ, സോ നമുക്ക് സാധാരണ ഒരുപാട് സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. AutoCAD എന്ന് പറയുന്ന സോഫ്റ്റ്വെയറൊക്കെ ഇതുപോലൊരു കമ്പ്യൂട്ടർ ഡിസൈനിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ CAMൻ്റെ തന്നെ ഒരുപാട് വേറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. So CAD CAM is the abbreviation of computer aided design and computer aided manufacturing. So it is a technology concerned with the use of digital computers to perform certain functions in design and manufacturing. So what is design? സോ നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക കോമ്പണൻറ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കണമെങ്കിൽ അതിന് ആദ്യം ഒരു ഡിസൈൻ ഉണ്ടായിരിക്കണം. സോ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഡ്രോയിങ് ആവാം. ഡ്രോയിങ് എന്ന് പറയുന്നത് അതിനകത്ത് ഡയമെൻഷൻസ് കാണിക്കും, ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ തിക്നെസ് ഉണ്ട്, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം, ആ ഒരു സംഭവങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, ആ ഒരു കോമ്പണൻസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഡിസൈൻ്റെ അകത്ത് തന്നെ നമ്മളതിനകത്തുള്ള എത്രത്തോളം സ്ട്രെസ്സ് കോമ്പണൻറ്റിനെ അണ്ടർഗോ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഏത് കോമ്പണൻറ്റ് ഉപയോഗിച്ചാണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം എന്താ പറയുക സ്ട്രെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ പാർട്ടിനും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ് ഉണ്ടാവും. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നതിന് ഓക്കെ ഡ്രോയിങ് ഉണ്ടാവും. സോ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ സിസ്റ്റം ഈ ഒരു സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ CAD can be defined as the use of computer system to help in the creation, modification, analysis and optimization of the design problem. സോ ഡിസൈൻ ഞാൻ പറഞ്ഞു, ഓരോ ചെറിയ കോമ്പണൻ്റ് ആണെങ്കിലും വലിയൊരു കോമ്പണൻ്റ് ആണെങ്കിലും അതിനകത്ത് ഓരോന്നിൻ്റെയും എന്താ പറയുക, ഓരോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ സൈസ്, ഷേപ്പ്, പിന്നെ എത്രത്തോളം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എത്രത്തോളം അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. സോ അതിൻ്റെ എല്ലാം ക്രിയേഷൻ, സോ ഇത് ഉണ്ടാക്കുന്നത്, പിന്നെ അതിനെ മോഡിഫൈ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനാലിസിസ് നടത്തുന്നത്, പിന്നെ അതിൻ്റെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഇത് പിന്നെ അതിൻ്റെയൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത്രയും സംഭവങ്ങൾ ക്രിയേഷൻ, മോഡിഫിക്കേഷൻ, അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്നതിനാണ് പറയുന്നത് കമ്പ്യൂട്ടർ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. സോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് പറഞ്ഞാൽ ഹാർഡ്വെയർസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഓക്കെ, സോ CAD ഹാർഡ്വെയർസ് എന്ന് എന്തൊക്കെയാണ് വരിക, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU ആൻഡ് ഡിസ്പ്ലേ ടെർമിനൽ അല്ലെങ്കിൽ മോണിറ്റർ ആൻഡ് കീബോർഡ്. സോ ദീസ് ആർ ദ കമ്പ്യൂട്ടർ ഡിസൈൻ ഹാർഡ്വെയർ systems. So the CAD software consists of computer program for implementing computer graphics on the system and application program required for a particular job. അതായത് CAD സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഓൺ ദ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ ഡിസൈൻ സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ തന്നെ AutoCAD എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോ AutoCAD എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഡ്രാഫ്റ്റിംഗ്, ജനറൽ ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റിൻ്റെ ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AutoCAD നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതുപോലെ തന്നെ ANSYS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു CAD ഡിസൈൻ ചെയ്ത ഡ്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു കോമ്പോണൻസിൻ്റെ സ്ട്രെസ് അനാലിസിസ്, ഫോഴ്സ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ANSYS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വേറെയും സോഫ്റ്റ്വെയർസ് ഉണ്ട് CAD ഡിസൈനും അനലൈസും മോഡിഫിക്കേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ്. ഓക്കെ, so some CAD softwares commonly used are AutoCAD, LT, SolidWorks, MATLAB, CATIA. സോ ഇതൊക്കെയാണ് ഒരു കോമണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന CAD സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറെയുണ്ട് ANSYS, ProE, അങ്ങനെ പറയുന്ന കുറേ സോഫ്റ്റ്വെയർസ് വേറെയുണ്ട്. ഓക്കെ, and CAM can be defined as the use of computer system to plan
മാനേജ് ആൻഡ് കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. സോ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈനിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഡിസൈൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ക്രിയേറ്റ്, മോഡിഫൈ ആൻഡ് അനാലിസിസ് ഒരു പർട്ടിക്കുലർ ഒരു കോമ്പണൻറ്റിൻ്റെ ഇത്രയും സാധനങ്ങൾ ചെയ്യുന്നതിനാണ് ഡിസൈൻ എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കോമ്പണൻറ്റിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സോ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ടു പ്ലാൻ, മാനേജ് ആൻഡ് കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. സോ അതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. So CAM softwares are used for greater accuracy, higher speed of manufacturing, greater consistency and efficiency etc. So softwares ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറേഴ്സ് നമുക്ക് അതിനകത്ത് കുറയ്ക്കാൻ പറ്റും. സോ ഗ്രേറ്റർ ആക്യുറസി കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ സ്പീഡ്, മാനുഫാക്ചറിങ് സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും നല്ലോണം. ഓക്കെ, അതുപോലെ തന്നെ എഫിഷ്യൻസിയും കൂടാൻ പറ്റും. ഓക്കെ, സോ CAD സോഫ്റ്റ്വെയർസ് പോലെ തന്നെ CAM സോഫ്റ്റ്വെയറും ഉണ്ട് കുറച്ച്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം, റാപ്പിഡ് മാനുഫാക്ചറിങ്. സോ റാപ്പിഡ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ പേര് പറയുന്ന പോലെ തന്നെ റാപ്പിഡായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കോമ്പണൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. സോ അത്തരം മാനുഫാക്ചറിങ് പ്രോസസ്സിനാണ് പറയുന്നത് റാപ്പിഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ റാപ്പിഡ് മാനുഫാക്ചറിങ് ഈസ് ദ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ആൻഡ് റിലേറ്റഡ് മാനുഫാക്ചറിങ് ഇക്വിപ്മെൻറ്റ്സ് ടു റാപ്പിഡ്ലി ആക്സലറേറ്റ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. സോ സാധാരണ കൺവെൻഷണൽ പ്രോസസ്സിനകത്ത് നിന്ന് മാറിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. സോ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ചില കോമ്പണൻസിന് റാപ്പിഡായിട്ട് ഒരു പെർട്ടിക്കുലർ ജോബിന് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ചില കോമ്പണൻസ് അനുബന്ധമായിട്ടുള്ള കോമ്പണൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സോ അത്രത്തോളം ഓരോരോ ഇക്വിപ്മെൻറ്റ്സ് ആവശ്യമുള്ള സമയത്ത് ഡെലിവറി ചെയ്തിട്ട് അതിന് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മാനുഫാക്ചറിങ് സിസ്റ്റത്തിന് യൂണിറ്റിന് കൊടുത്തിട്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കോമ്പണൻസ് ഉണ്ടാക്കി അസംബിൾ ചെയ്തെടുക്കുന്നതിനാണ് പറയുന്നത് റാപ്പിഡ് മാനുഫാക്ചറിങ് ആണ്. സോ റാപ്പിഡ് മാനുഫാക്ചറിങ് ദ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ആൻഡ് റിലേറ്റഡ് മാനുഫാക്ചറിങ് ഇക്വിപ്മെൻറ്റ്സ് ടു റാപ്പിഡ്ലി ആക്സലറേറ്റ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. സോ സാധാരണയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിനെ റാപ്പിഡ്ലി ആക്സലറേറ്റ് ചെയ്യാം. ഓക്കെ, so it is a technique for manufacturing solid objects by the sequential delivery of material to specified points to produce that object. അതായത് ഒരു കോമ്പണൻറ്റ് ഉണ്ടാക്കുന്നതിന് തന്നെ ഒരുപാട് എന്താ പറയുക മെറ്റീരിയൽസ് ആവശ്യമായിരിക്കും. സോ നമ്മൾ ഈ ഒരു സംഭവം തന്നെ പല സ്ഥലത്തായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. സോ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഓട്ടോമേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരോ സ്ഥലത്ത് ഓരോരോ ടൈമിനായിട്ട് സീക്വൻഷ്യലി ആയിട്ട് ഡെലിവറി ചെയ്യാം ഒരാവശ്യമുള്ള മെറ്റീരിയൽസ്. അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ ഓട്ടോമേഷനാണ്. സോ അത്തരം ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് സീക്വൻഷ്യലി ആയിട്ട് ഡെലിവറി ചെയ്തിട്ട് മെറ്റീരിയൽ സ്പെസിഫിക് ആയിട്ട് പോയിൻറ്റ്സിൽ ഡെലിവറി ചെയ്തിട്ട് ആ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കോമ്പണൻസ് സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് മാറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഫോം ഓഫ് മാനുഫാക്ചറിങ് ക്യാൻ ബി ഇൻക്രെഡിബിളി കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ദ പ്രോസസ് ഈസ് ഫാർ മോർ ഫ്ലെക്സിബിൾ ദാൻ കൺവെൻഷണൽ മാനുഫാക്ചറിങ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷണൽ മാനുഫാക്ചറിങ്ങിനകത്ത് നിന്ന് ഓരോരോ കോമ്പണൻസ് ഓരോരോ സ്ഥലത്ത് ഉണ്ടാക്കേണ്ടി വരും, വേറെ മെഷീനിങ് യൂണിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരും. സോ റാപ്പിഡ് മാനുഫാക്ചറിങ്ങിനകത്താണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഇത്തരം സംഭവത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത്തരത്തിലാണ് റാപ്പിഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് റാപ്പിഡ് മാനുഫാക്ചറിങ് പ്രോസസ്. സോ ദീസ് ടെക്നോളജീസ് ഡോണ്ട് റിക്വയർ എ പ്രൊഡക്റ്റ് സ്പെസിഫിക് ടൂൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെയ്ത്തിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോരോ ടൈപ്പ് ടൂൾസ് ഉണ്ട്. സോ ഡ്രില്ലിങ്ങിനൊരു ടൂള്, മില്ലിങ്ങിനൊരു ടൂള്, ബോറിങ്ങിനൊരു ടൂൾ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടൂൾ ആവശ്യമില്ല, കാരണം നമ്മൾ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ഇതിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് പ്രൊഡക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾ ഇതിനകത്ത് ആവശ്യമില്ല. എനി പാർട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ് വിത്തൗട്ട് എൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ടൂൾ. സോ ഏത് പാർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിത്തൗട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അയച്ചു വെച്ചിട്ട്. സോ അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് എന്ന് പറയുന്നത് മേജർ അഡ്വാൻറ്റേജ് ഓഫ് ദ ടെക്നോളജി ഈസ് ദ വിർച്വൽ അൺലിമിറ്റഡ് ഫ്രീഡം ഓഫ് ഫോം ദാറ്റ് ക്യാൻ ബി മാനുഫാക്ചർഡ്. സോ ഏതൊരു കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ്. അതായത് പെർട്ടിക്കുലറായിട്ടൊരു ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതിന് പകരം ഇതൊരുമിച്ചൊരു കോമ്പണൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മോൾഡ് പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതായത് തന്നെ ഏതൊരു വിർച്വലി അൺലിമിറ്റഡ് ഫ്രീഡം ഓഫ് ഫോം that can be manufactured. The product design does not have to meet conventional production requirements. So conventional ആയിട്ടുള്ള പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സിൻ്റെ സാധ്യത നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, the third advantage is that although not available on all other technologies, it is possible to make multi-grade materials. By combining one or more multiple of these advantages, new products can be defined. So multi-grade ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതായത്
ഒന്നിലധികം ഗ്രേഡുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇതിനകത്ത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, so these are the main advantages of rapid manufacturing process. So advantages പോലെ തന്നെ there are lots of disadvantages for rapid manufacturing process. അതെന്താണെന്ന് നമുക്ക് നോക്കാം. So disadvantages for rapid manufacturing process. So like any other manufacturing technology, rapid manufacturing also has drawbacks and limitations. So main disadvantage എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ്. സോ ഹൈ കോസ്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ. സോ ഇതിന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല, സോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും ആ ഒരു മെറ്റീരിയൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ. So material properties എന്ന് പറഞ്ഞാൽ properties of the parts produced by the rapid manufacturing process are not currently competitive with the parts produced by conventional manufacturing process. സോ നമുക്ക് എല്ലാ മെറ്റീരിയലും ഉപയോഗിച്ചിട്ട് ഈ ഒരു റാപ്പിഡ് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ കോമ്പണൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. സോ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ്. സോ അതുപോലെ തന്നെ ആ മെറ്റീരിയൽസിന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിന് അത്രയും സ്ട്രെങ്ത്തോ റിജിഡിറ്റിയോ ഒന്നും കിട്ടില്ല. സോ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ അത് സാധാരണ ഒരു ലെയ്ത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാർട്ടിൻ്റെ അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് മെറ്റീരിയൽ റിമൂവൽ. When production volumes are small, the removal of support material is not a big issue. When the volumes are much higher, it becomes an important consideration. So സപ്പോർട്ട് മെറ്റീരിയൽ റിമൂവൽ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നമായിട്ട്. പക്ഷേ അതിൻ്റെ വോള്യൂംസ് കൂടുമ്പോൾ ഒരുപാട് എന്താ പറയുക മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഇതിനകത്ത് വേറൊരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അഡിറ്റീവ് മാനുഫാക്ചറിങ്. സോ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു റാപ്പിഡ് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. സോ അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ഇത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നെയിം ഓഫ് 3D പ്രിൻറ്റിങ്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 3D പ്രിൻറ്റിംഗ് എന്നുള്ളൊരു ടേം. സോ 3D പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ നെയിമാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. So a computer controlled process that creates 3-dimensional objects by depositing materials usually in layers. അതായത് സാധാരണ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്താ പറ്റുക, ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെ വരുമല്ല ചെയ്യാം. അതുപോലെ തന്നെയുള്ളൊരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം താഴെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊണ്ടുവരും. സോ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതിങ്ങനെ വലുതായി വരും. സോ ആ ഒരു തരത്തിൽ എത്രത്തോളം ഡെപ്പോസിറ്റിയും കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. സോ അത്തരം ഇതിനെയാണ് പറയുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ക്രിയേറ്റ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ഫ്രം ഡിജിറ്റൽ ഡിസൈൻ. സോ ഡിജിറ്റലായിട്ടുള്ളൊരു ഡിസൈന് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുകയും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് കൊടുക്കുകയും സോഫ്റ്റ്വെയർ അതിൻ്റെ എല്ലാ ഷേപ്പും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും സ്ട്രക്ചറും അനലൈസ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക ഡെപ്പോസിറ്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ 3D പ്രിൻ്ററിനോട്ട് കണക്ട് ചെയ്തിട്ട് ഈ 3D പ്രിൻ്റർ ഈ മെറ്റീരിയലിനെ ഈ ഒരു സർഫേസിൽ ഡെപ്പോസിറ്റ് കൊണ്ടുവരുന്നു. സോ അങ്ങനെയാകുമ്പോൾ വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ കോമ്പണൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. സോ അത്തരം സംഭവത്തിനാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ നോക്കിയാൽ മതി 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു 3D പ്രിൻ്ററാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് വരെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഓരോരോ ലെയറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ അതെങ്ങനെ എടുക്കും, അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓരോരോ ഷേപ്പിൽ, സോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. സോ തുടക്കത്തിൽ ഒരു 10 വർഷത്തോളമായിട്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് വന്നത് 3D പ്രിൻറ്റിങ്ങിനകത്ത് നിന്ന്. സോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 3D പ്രിൻ്റിലൂടെ വീടുകൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു കുറച്ച് മുമ്പൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു എവിടെ ചൈനയിലോ മറ്റോ 3D പ്രിൻറ്റിങ്ങിലൂടെ ഒരു വീട് ഉണ്ടാക്കിയെന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഐഡിയ കിട്ടും. സോ ഇതാണ് പറയുന്നത്, ഒരു ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ലേയേഴ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ കോമ്പണൻറ്റിനെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നു. 3 ഡയമെൻഷനിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നു. അതിനാണ് 3D പ്രിൻറ്റിംഗ് അല്ലെങ്കിൽ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അഡിറ്റീവ് മാനുഫാക്ചറിങ് യൂസ് ടു ക്രിയേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ അക്രോസ് ഗ്രോയിങ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിങ്. സോ ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമ്മൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എയറോസ്പേസിലാണ്. സോ എയറോസ്പേസിൽ എന്താ ഉപയോഗിക്കുന്നത്?
additive manufacturing is particularly suited to aerospace application due to its weight saving capability and ability to produce complex geometric parts. സോ എയറോസ്പേസിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എയറോപ്ലെയിനിൻ്റെ ഓരോ ഷേപ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെയെന്ന് പറഞ്ഞാൽ ചിലപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോമെട്രിക് പാർട്സ് ആണ്. അത് സാധാരണ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അഡിറ്റീവ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ 3D പ്രിൻറ്റിങ്ങിലൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതാണ് എയറോസ്പേസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഓട്ടോമൊബൈൽസിലെ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആർ വൈഡ്ലി അഡിറ്റീവ് മാനുഫാക്ചർഡ് ഫോർ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ആൻഡ് ദേ ക്യാൻ ബി റാപ്പിഡ്ലി പ്രോട്ടോടൈപ്ഡ് വൈൽ ഓഫറിങ് വെയ്റ്റ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻസ്. സോ ഒരുപാട് സംഭവങ്ങൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ക്യാൻ റാപ്പിഡ്ലി പ്രോട്ടോടൈപ്പ് വൈൽ ഓഫറിങ് വെയ്റ്റ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻസ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ളൊരു അഡ്വാൻറ്റേജാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കലിനകത്താണെങ്കിൽ എന്ന് പറയാം, മെഡിക്കൽ സെക്ടർ ഫൈൻഡിങ് ഇൻക്രീസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ അഡിറ്റീവ് മാനുഫാക്ചറിങ് പാർട്സ് എസ്പെഷ്യലി ഫോർ ബെസ്പോക്ക് കസ്റ്റം ഫിറ്റഡ് ഇംപ്ലാൻസ് ആൻഡ് ഡിവൈസസ്. സോ ഇംപ്ലാൻസും ഡിവൈസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പലരും എന്താ പറയുക, ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഇംപ്ലാൻസ് ആയിരിക്കും വേണ്ടത്. സോ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലറായിട്ടൊരു എന്താ പറയുക മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിന് പകരം നമുക്കത് ഓരോരുത്തരെയും പറ്റിയിട്ട് ഓരോ ഷേപ്പിനനുസരിച്ചിട്ട് ഇംപ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് പറ്റും. കാരണം ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ലാതെ ആ ഒരു ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ജിയോമെട്രി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു 3D അല്ലെങ്കിൽ ഒരു CAD മോഡൽ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ അങ്ങനത്തെ മെഡിക്കൽ റേഞ്ചിലും നമ്മളിത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. സോ മെറ്റീരിയൽസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? There are a variety of material used for additive manufacturing. These includes biochemicals, ceramics, metals, thermoplastics. So biochemicals എന്തൊക്കെയാണ്? Biochemicals used in additive manufacturing include silicon, calcium, phosphate and zinc. So these materials are generally used for healthcare applications. So healthcare applications ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് മെയിനായിട്ടുള്ള സിലിക്കൺ, കാൽസ്യം, ഫോസ്ഫേറ്റ് ആൻഡ് സിങ്ക്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് സെറാമിക്സ്. റേഞ്ച് ഓഫ് സെറാമിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ അഡിറ്റീവ് മാനുഫാക്ചറിങ് ഇൻക്ലൂഡിങ് അലൂമിന, tricalcium phosphate and zirconia as well as powdered glass which can be baked together with adhesive to create new type of glass products. സോ ഇത്രയാണ് സെറാമിക്സിനകത്ത് ഉപയോഗിക്കുന്നത്. ഫോസ്ഫേറ്റ്, സിർക്കോണിയ ആൻഡ് അലൂമിന ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, സോ മെറ്റൽസിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെറൈറ്റി ഓഫ് മെറ്റൽ അലോയ്സ് ആർ യൂസ്ഡ് ഫോർ അഡിറ്റീവ് മാനുഫാക്ചറിങ് ഇൻക്ലൂഡിങ് ഗോൾഡ് ആൻഡ് സിൽവർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ടൈറ്റാനിയം. സോ ഇത്രയൊക്കെയാണ് മെറ്റൽസിനകത്ത് ഉപയോഗിക്കുന്നത്: ഗോൾഡ്, സിൽവർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ടൈറ്റാനിയം. ഓക്കെ, സോ തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്സ് ആണ്. തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആർ most commonly used additive manufacturing materials and include variety of types with their own advantage and applications. So thermoplastics ആണ് മെയിനായിട്ടുള്ള സാധാരണ നമ്മൾ കടയിൽ പോയിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു 3D പ്രിൻ്ററിലൊക്കെ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ അഡിറ്റീവ് മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് പറഞ്ഞത് അഡിറ്റീവ് മാനുഫാക്ചറിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക 3D പ്രിൻറ്റിങ്ങും സംഭവങ്ങളൊക്കെയാണ്. റാപ്പിഡ് മാനുഫാക്ചറിങ്, CAD CAM ഒക്കെയാണ്. സോ ഇത്രയും സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ സിലബസിനകത്തുണ്ട്. സോ ഇത്രയും എന്തായാലും ചോദിക്കും, ചിലപ്പം മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ക്ലാസ് നിങ്ങളൊന്ന് കേൾക്കുക. ഓക്കെ, കേട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് തന്നെ മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ.